മനസ്സിന് രണ്ട് തലമുണ്ട്. മനസ്സിന്റെ മുകൾ ഭാഗം, അടിഭാഗം, അങ്ങനെ രണ്ട് ഭാഗമായിട്ട് മനസ്സ് തിരിക്കാന്ന് വിചാരിക്കാം. ഉപബോധ മനസ്സ് താഴെയുള്ളത്, ബോധ മനസ്സ് മുകൾ ഭാഗമായിട്ട് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അടിമനസ്സിൽ, മനസ്സിന്റെ അടിത്തട്ടിൽ ബേസിക് ആയിട്ട് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് എന്താണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ തോട്ടായിട്ട് മാറാൻ പോകുന്നത്. അങ്ങനെ തോട്ടായിട്ട് മാറിയതാണ് പിന്നീട് നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് മാറാൻ പോകുന്നത്. സോ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ചിന്തയായിട്ട് മാറുന്നത്. ആ ചിന്തയാണ് പിന്നീട് ആക്ഷൻ ആയിട്ട് മാറുന്നത്. ആ ആക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ആവാൻ പോകുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിളോ സഫറിങ്ങോ, എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയോ, സെൽഫ് കോൺഫിഡൻസ് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയോ, വിദ്യാഭ്യാസം മുടങ്ങുന്നതോ, പലതരത്തിലുള്ള സെൽഫ് ഡൗട്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഏതൊരു സ്ട്രഗിളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. വൈ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, എപ്പോൾ മുതലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, എന്താണ് ശരിക്കും ആ പ്രശ്നം. ആ പ്രശ്നത്തെ നിങ്ങൾ അനലൈസ് ചെയ്യുകയും ചോദ്യങ്ങൾ ചോദിച്ച്, പലതരം ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള ആ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യുക. എന്നിട്ട് ആ കാരണത്തെ വർക്ക് ചെയ്യുക. ആ ഒരു തെറ്റായ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങളുടെ ചിന്ത അതായി മാറുന്നതും അത് പിന്നീട് പ്രവൃത്തിയായി മാറുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നതും നിങ്ങൾക്ക് പറ്റാത്തതും. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അപ്പം എപ്പോഴെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത എന്തെങ്കിലും ഒരു തോട്ടോ ഒരു എക്സ്പീരിയൻസോ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങളെ ഇപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുവാണ് പുറകിലോട്ട്. അപ്പം ആ ഒരു സംഗതിയെ കണ്ടുപിടിച്ചിട്ട് അതങ്ങനെയല്ല, നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അതങ്ങനെയല്ല, അത് അവരന്ന് അങ്ങനെ പറഞ്ഞത് അവരാധില്ലായ്മയാണ്, ഞാൻ അവർ പറയണതല്ല ഞാൻ, അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് റൈറ്റ്, എനിക്ക് എൻ്റെതായിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുണ്ട്, ഞാനൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തി ആ അടിമനസ്സിൽ കിടക്കുന്ന സംഗതിയെ ഇറൈസ് ചെയ്ത് കറക്റ്റായിട്ട് അതിനെ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി മാറുന്നു. മാറിയ ചിന്തകൾ അനുസരിച്ച് നിങ്ങളുടെ ആക്ഷൻ ഓട്ടോമാറ്റിക്കലി മാറുന്നു. നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം മൊത്തം അപ്ഗ്രേഡ് ആവുന്നു, മൊത്തം അത് റിഫ്രഷ് ആവുന്നു. പിന്നെ നിങ്ങൾക്ക് പുതിയ ഔട്ട്കം ഉണ്ടാവാൻ തുടങ്ങും. സോ നിങ്ങൾ എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റി ആ റൂട്ട് കോസിനെ നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് തിരുത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതി. മൈൻഡിനെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിലും അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതിൽ എന്തെങ്കിലും ഒരു നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതൊന്നും മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളാണുള്ളത്, അതിൽ വിശ്വസിക്കുക. നിങ്ങൾ എന്താണെങ്കിലും ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും, ഇപ്പൊ പരാജിതനാണെങ്കിലും വിജയിച്ചവരാണെങ്കിലും എന്താണെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തുക. നിങ്ങൾക്ക് വലിയൊരു ഫ്യൂച്ചറുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം.